ഒന്നാമത്തെ താക്കോലാണ് ദാവീദിന്റെ താക്കോൽ. First key is the key of the David. ആ താക്കോൽ ഉള്ളവന്റെ പ്രത്യേകത അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കും. If anyone holds it, no one can open what he shut. What no one can shut what he opened. പിതാക്കന്മാരുടെ കാലം തൊട്ട് നിന്റെ കുടുംബത്തിനകത്ത് പിശാച് തുറന്നിട്ട ചിലതിനെ ഇന്ന് പകലിൽ നീ പൂട്ടി. From the time of the forefathers, whatever the Satan has done, you are going to close it, shut it, and you're going to take the key and go. രണ്ടാമത്തെ പ്രത്യേകിച്ച താക്കോലാണ് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ. And second, we see the key of the kingdom. അതിന്റെ പ്രത്യേകത ഒരാൾ പൂട്ടാൻ താഴെ റെഡിയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ചിലത് പൂട്ടിയിരിക്കും. If someone is ready to close it on the earth, and the heaven will respond and it will close it. അവർ താഴെ ചിലത് അഴിച്ചാൽ സ്വർഗ്ഗത്തിൽ ചിലത് അഴിഞ്ഞിരിക്കും. If they open something on the earth and in the heaven it will also be opened. ആ താക്കോലിന്റെ മാത്രം പ്രത്യേകത അതിനകത്ത് നിനക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു വെളിപ്പാട് ആവശ്യമാണ്. The specialty of the key is the one who is using it must have a revelation. ഈ വെളിപ്പാടുള്ള ആർക്കും ആ താക്കോൽ ഉപയോഗിക്കാം. And everyone who have this revelation can use it. ആ താക്കോൽ ഇതാണ്. And this is what that key. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Jesus, he is the son of God who is living. നിങ്ങൾ കേട്ടില്ല? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Jesus is the living son of God. എന്താണ് അത് പറയാൻ കാരണം? ചിലർ പറയുന്നു യേശു പ്രവാചകനാണ്, ചിലർ പറയുന്നു യേശു ഗുരുവാണ്, ചിലർ പറയുന്നു യേശു ടീച്ചറാണ്, ചിലർ പറയുന്നു യേശു ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാണ്. അല്ലല്ല, അവൻ ടീച്ചർ മാത്രമല്ല, അവൻ ഗുരു മാത്രമല്ല, അവൻ ലീഡർ മാത്രമല്ല, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. Some say he is the prophet, he is the teacher, but Grace Family declare he is the living son of God. ആ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് പൂട്ടിയാൽ ചിലത് പൂട്ടപ്പെടും. If you close something in his name, it will be closed forever. ഈ വെളിപ്പാടിൽ നീ ചിലത് അഴിച്ചാൽ അത് അഴിഞ്ഞിരിക്കും. If you open or unlock anything with this revelation, it will be unlocked. ഒന്നാമത്തെ താക്കോൽ ദാവീദിന്റെ താക്കോലാണ്. The first key is the key of David. രണ്ടാമത്തെ താക്കോൽ സ്വർഗ്ഗരാജ്യത്തിന്റേതാണ്. The second key is the key of the kingdom of heaven. മൂന്നാമത്തേത് ഒരു വ്യത്യസ്തമായ താക്കോലാണ്. The third one is a different one. ലൂക്കോസ് 11:52 പറയുന്നു. Luke chapter 11 verse 52 says, പരിജ്ഞാനത്തിന്റെ താക്കോൽ. It is the key of knowledge. വിസ്ഡത്തിന്റെ താക്കോൽ. The key of wisdom. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ദൈവം സൃഷ്ടിച്ച ആദ്യത്തേത് എന്താണ്? സൃഷ്ടികളുടെ ആദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആകാശവും ഭൂമിയുമായിരിക്കും. If I ask you what God created for the first thing, you will say that it was the heaven and earth. എന്നാൽ സാദൃശ്യവാക്യം വായിക്കുമ്പോൾ ശലോമോൻ പറയുകയാണ് സ്വർഗ്ഗം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ 8-ാം അധ്യായം 24 മുതലുള്ള വാക്യത്തിൽ പറയുന്ന അവൻ ജ്ഞാനത്തെ സൃഷ്ടിച്ചു. But in Proverbs 8, Solomon says before he created the heaven on earth, he created wisdom. Amen. Hallelujah. എന്നിട്ട് ശലോമോൻ പറയുകയാണ് ജ്ഞാനത്താൽ അവൻ വെള്ളത്തിന്റെ മീതെ സർക്കിൾ വരച്ചു. And we see that he draw a circle upon the water. അവൻ ജ്ഞാനം കൊണ്ടാണ് ഇതിനെ സൃഷ്ടിച്ചത്. And he created with his wisdom. എന്താണ് ഈ ജ്ഞാനത്തിന് ഇത്ര പ്രത്യേകത? Why the wisdom is having such specialities? 1 കൊരിന്ത്യർ 2:7 ഞാൻ ആ വാക്യം കണ്ടത്. 1 Corinthians chapter 7 I found something. ദൈവം Let's read on. ലോക സൃഷ്ടിക്ക് മുമ്പേ God ordained before the world, സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ, before he created everything, നമ്മുടെ തേജസ്സിനായി, for our glory. ആരുടെ തേജസ്സിനായി? Whose glory? അബ്രഹാമിന്റെ, Abraham's, മോശയുടെ, Moses', ദാവീദിന്റെ, David. പിന്നെ Tell me. നമ്മുടെ തേജസ്സിനായി, It's for our glory. മുൻ നിയമിച്ചതും He ordained before it. മറഞ്ഞിരുന്നതുമായ, It was a mystery. ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. And we tell you the wisdom of God as a mystery to you. എന്ന് വെച്ചാൽ It means 2025 ജീവിക്കുന്ന നിങ്ങൾക്ക് ഇനിയും അധികം തേജസ്സിലേക്ക് കയറാൻ പറ്റും. You who living in 2025, you can go into greater glory. ഇപ്പോഴുള്ളതിനേക്കാൾ തേജസ്സോടെ നിൽക്കാൻ പറ്റും. You can live in greater glory what you have now. ഗ്ലോറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ, if you go ahead and search the meaning of this word glory, majesty, splendor, success, fruitful, prosper,
ഔട്ട്സ്റ്റാൻഡിങ്. Outstanding. എന്ന് വെച്ചാൽ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് ഇനിയും അധികം ശക്തമായി നിൽക്കാനായി കഴിയും. That means you can go more greater and stronger. അതിനുവേണ്ടി For that purpose, ലോക സൃഷ്ടിക്ക് മുമ്പേ before the world is created, ദൈവം ചിലത് മറച്ചു വെച്ചു. God has hidden something. മറച്ചു വെച്ചു. He hidden something. ആർക്ക് വേണ്ടി മറച്ചു വെച്ചു? For whom he hid it? നിനക്ക് വേണ്ടി മറച്ചു വെച്ചു. For you. മറച്ചു വെച്ചതിന്റെ അർത്ഥം നിനക്കില്ലെന്നല്ല, അത് നിനക്ക് വേണ്ടിയുണ്ട്. നിന്റെ ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. Does it mean that it is not for you? It is your duty to search it and find it. Amen. മറച്ചു വെച്ച ജ്ഞാനം എന്താണ്? എവിടാണ് അത് കിട്ടിയത്? Who is this wisdom to whom it is been given? 1 കൊരിന്ത്യർ 1:30 പറയുകയാണ്. 1 Corinthians chapter 1 verse 30 says, ക്രിസ്തുവാണ് ജ്ഞാനം. Christ is that wisdom. 3 തരത്തിലുള്ള ജ്ഞാനമുണ്ട്. There are 3 kinds of wisdom. ഒന്ന്, First one, വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം. the wisdom that you will get through education. 2, Second, അനുഭവത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം. you will the experience, the wisdom you get through experience. 3, Third one, ദൈവം നേരിട്ട് തരുന്ന ജ്ഞാനം. with the wisdom that God directly gives you. ദൈവം നേരിട്ട് തരുന്നതിന് വലിയ സമയമൊന്നും എടുക്കില്ല. You know, when God gives you, it will not take much time. നമ്മളെ പോലെ ഒരു ദിവസം ശലോമോൻ കിടന്നുറങ്ങി. You know, just like us, Solomon went bed every day. ശലോമോനും ഉറങ്ങി. Solomon also slept. ഉറക്കത്തിൽ ദൈവം ഇറങ്ങി വന്നു. But in his sleep, God descended. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. And he asked, what do you want? ജ്ഞാനം എനിക്ക് വേണം. He asked for wisdom. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. And he said, you will get as you wish. പിറ്റേ ദിവസം തൊട്ട് അവനെ അറിയപ്പെട്ടത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. And from the very next day, he was known as the wisest among wise. ഇന്ന് പകലിലും ചിലരുടെ മേൽ ആ ജ്ഞാനത്തെ അതുപോലെ ദൈവം പകരാൻ. Even now the Lord wants to pour out his wisdom just as he poured out in his life of യൂണിവേഴ്സിറ്റികൾക്ക് Solomon. തരാൻ കഴിയുന്നതിനപ്പുറമാണ്, അനുഭവ സമ്പത്തിന് തരാൻ പറ്റുന്നതിനപ്പുറമാണ് ആ ജ്ഞാനം നിന്നെ തേജസ്സിലേക്ക് It നയിക്കുന്നത്. is more than what your experience can give you, your education can give you. This wisdom will take you into greater glory. അത് യേശുവിലുണ്ട്. And that is in Jesus. ആ യേശു ഇപ്പൊ എവിടെയാണ്? And where is that Jesus now? കൊലോസ്യർ 1:27 പറയുന്നു, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു. Colossians chapter 1:27 says, he, Christ, the hope of glory, നിങ്ങളുടെ ഉള്ളിലുണ്ട്. is in you. ഇതെങ്ങനെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും? How can you activate it? യാക്കോബ് 1:5 പറയുക, ജ്ഞാനം കുറവാണെങ്കിൽ പേടിപ്പിക്കണ്ട, ശാസിക്കണ്ട, വഴക്കു പറയണ്ട, ഔദാര്യമായി തരുന്ന ദൈവത്തോട് യാചിച്ചാൽ മതി. James 1:5 says, if anyone lacks wisdom, don't rebuke him, just ask the Lord.